എനിക്ക് പാർക്ക് പോകണം. ഹലോ, അങ്ങനെ ഇന്ന് നമ്മളിത് ഇറങ്ങുകയാണ് നമ്മുടെ സ്കൂൾ ഷോപ്പിങ്ങിനായിട്ട്. നമ്മൾ യൂണിഫോമും ബുക്സും മേടിക്കാൻ പോയ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊന്ന് പോയി കാണുക. നമ്മുടെ തൊട്ടടുത്തുള്ള മാളിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. എല്ലാവരും കൂടി ആട്ടോ പോന്നിട്ടുള്ളത്. അങ്ങനെ ഇവിടെ എത്തി സാധനങ്ങളൊക്കെ നോക്കി കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടത് ഒരുപാട് നേരം തിരഞ്ഞിട്ടാണ് നമുക്ക് കൈ കിട്ടിയത്. ഇവിടെ എത്തി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ലഞ്ച് ബോക്സിൽ നിന്നാട്ടോ. എൻ്റെ നാത്തൂൻ്റെ മോനുക്കും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ മോനുക്കും എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ട്. ഷോപ്പിങ്ങിന് ഇറങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ ഞാനൊരു ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു. എങ്ങാനും എന്തെങ്കിലും വിട്ടുപോകുമെന്ന് വിചാരിച്ച് ഒരു ലിസ്റ്റ് അങ്ങ് തയ്യാറാക്കി. അതാവുമ്പോൾ നമ്മൾ എന്തൊക്കെ മേടിച്ചു എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ എല്ലാ സാധനങ്ങളും മേടിച്ചു. ഇനി നേരെ വീട്ടിലോട്ടാണ്. ഇനി എന്തൊക്കെ മേടിച്ചു എല്ലാത്തിൻ്റെ പ്രൈസും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് അടിക്കാതെ മുഴുവനായിട്ട് കാണുക. നമ്മുടെ ഷോപ്പിംഗ് എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തൊക്കെ വാങ്ങി എന്നുള്ളത് നിങ്ങൾക്ക് കാണണ്ടേ. ബാഗ് വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാഗ് തന്നെ വേണം എന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു. ആള് വലിയ സ്പൈഡർമാൻ ഫാൻ ആയതുകൊണ്ട് ഫാൻസി ബാഗിന് വാശി പിടിക്കുന്ന അറിയുന്നത് കൊണ്ട് തന്നെ ആളെ കൺവിൻസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ബാഗ് മേടിച്ചിട്ടുള്ളത്. അഡിഡാസിൻ്റെ കമ്പനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അടിപൊളി ക്വാളിറ്റിയാണ്. 4 കമ്പാർട്ട്മെൻ്റാണ് ഇതിൽ വരുന്നത്. ഫാൻസി ബാഗെല്ലാം മേടിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം പോലും നമുക്കത് മുഴുവനായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. കമ്പനി ബാഗ് ആവുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്കത് 2 വർഷമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 565 രൂപ കേട്ടോ. വലിയ പ്രൈസ് ഒന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല. സെക്കൻഡ് ആൾക്ക് വാങ്ങിയത് ഈ ഒരു അംബ്രലയാണ്. ആൾക്ക് ബാഗ് സ്പൈഡർമാനെ ഞാനങ്ങ് സ്കിപ്പ് ചെയ്തപ്പോൾ അംബ്രലയിൽ സ്പൈഡർമാൻ അങ്ങ് ഒതുക്കിയിട്ടുണ്ട്. ഇതിൽ ആൾ ഒത്തിരി ഹാപ്പിയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ അംബ്രല കാണാൻ. എനിക്കും ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. സ്പൈഡർമാൻ ആയതുകൊണ്ട് അങ്ങ് ചാടി കയറി എടുത്തൊന്നല്ല. ആദ്യം നമ്മൾ എടുത്തത് ചെറിയ ഡാമേജ് ഉണ്ടായിരുന്നു. ഇത് കുഴപ്പമില്ല. ഇതിന് 339 രൂപയാണ് ആയിട്ടുള്ളത്. ഈ ഒരു അംബ്രലാവുമ്പോൾ നമുക്ക് ബാഗിൽ അങ്ങ് വെക്കാൻ ഒതുങ്ങുകയും ചെയ്യും. പിന്നെ അത് ഈ ഒരു സ്ലൈറ്റാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിന് ഒരു 78 രൂപയെ ആയിട്ടുള്ളൂ. പിന്നെ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ എറേസറും അതുപോലെ ഷാർപ്പറും ആണ്. അതിങ്ങനെ ഒരു ചെറിയ ബോക്സിലായിട്ട് മേടിച്ചതാണ്. നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതല്ലേ. രണ്ടിനും 60 രൂപ കേട്ടോ വന്നിട്ടുള്ളത്. അതും ഡോംസിൻ്റെ തന്നെയാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഒരു ബോക്സാണ് വന്നിട്ടുള്ളത്. അത് 2 ഭാഗം നമുക്കിങ്ങനെ തുറക്കാൻ പറ്റുന്ന ആ ഒരു ബോക്സാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിന് ഒരു 100 രൂപ കേട്ടോ വന്നിട്ടുള്ളത്. അതിൻ്റെ കളറായാലും തീമായാലും അടിപൊളിയാണ്. അപ്പോൾ ആൾക്കും അത് ഇഷ്ടമായപ്പോൾ അതങ്ങ് എടുത്തിട്ടുണ്ട്. ആ വാട്ടർ ബോട്ടിൽ ഇത് അടിപൊളിയാണ്. ഒരുപാട് ക്യാരക്ടർ വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേര് അവനറിയാം, പക്ഷെ എനിക്കറിയില്ല. ഇത് മിൽട്ടൺ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. നല്ല കമ്പനി കേട്ടോ. എൻ്റെ സിസ്റ്ററിൻ്റെ മോൾക്കും മിൽട്ടൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു വാട്ടർ ബോട്ടിലിനെയാണ് മേടിച്ചിട്ടുള്ളത്. ഇത് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക. ഉള്ളിൽ സ്ട്രോ വരുന്നുണ്ടാവും. അതുമാത്രമല്ല ഉള്ളിൽ സ്റ്റീലും ആണ് വരുന്നത്. അതാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു ബോട്ടിൽ എടുക്കാനുള്ള കാരണം. അതാവുമ്പോൾ നമുക്ക് ചെറു ചൂടുവെള്ളം മക്കൾക്ക് കൊടുത്തയക്കുകയും ചെയ്യാം. കുറേ തെരഞ്ഞിട്ടാണ് ഉള്ളിൽ സ്റ്റീലും പുറത്ത് പ്ലാസ്റ്റിക് കോട്ടിങ്ങുള്ള ഒരു ബോട്ടിൽ കിട്ടിയത്. ഇതിന് 431 രൂപയാണ് ആയിട്ടുള്ളത്. ഇതാളുടെ സ്നാക്സ് ബോക്സ് ആണ്. ഇതിന്റെ കളർ കോംബോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതുകൊണ്ട് എടുത്തതാട്ടോ ഞാനിത്. സ്നാക്സ് ബോക്സ് ഒത്തിരി നേരം ടൈം എടുത്തിട്ട് തിരഞ്ഞ് കിട്ടിയൊരു സാധനമാണിത്. എന്തായാലും കിട്ടിയപ്പോൾ അടിപൊളി സാധനം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ വേറെ ചെറിയൊരു ബോക്സും പിന്നെ ഒരു സ്പൂണും ഒരു ഫോർക്കുമാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 130 രൂപയുള്ളൂ കേട്ടോ. അവന് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും തിരഞ്ഞെടുക്കുമ്പോഴും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് എനിക്കായിരുന്നു. എന്താണെന്നറിയില്ല, എൻ്റെ മോന് ദേ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങാൻ എത്ര പെട്ടെന്ന് അവൻ വലുതായി. എനിക്കൊട്ടും അത് വിശ്വസിക്കാനേ പറ്റുന്നില്ല.
എല്ലാവർക്കും അങ്ങനെ തന്നെ ആവും. നമ്മുടെ മക്കൾ എത്ര വലുതായാലും നമുക്ക് ചെറിയ കുട്ടികൾ തന്നെ ആയിരിക്കും. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. അവൻ്റെ ഇഷ്ടത്തിനൊക്കെ പരമാവധി നമ്മളെല്ലാം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാളുടെ ലഞ്ച് ബോക്സ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ. അവിടെ നിന്ന് ഞാൻ കഷ്ടപ്പെട്ട് തിരഞ്ഞ് നല്ലൊരു സാധനം തന്നെ ആൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കളറുമാണ്. ഒരു പിസ്ത പച്ച അങ്ങനെ തന്നെയല്ല, ഒരു പേസ്റ്റൽ ഗ്രീൻ അങ്ങനത്തെ ഒരു കളറായിരുന്നു. ഒരു ഭാഗത്തേക്കും പ്രസ് ചെയ്ത് തുറക്കുന്ന ഒരു മോഡലായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഒരു ടീസ്പൂണും കൂടി നമുക്ക് തന്നിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ മടക്കി വെക്കാൻ പറ്റുന്ന ഒരു മോഡലാട്ടോ. അതിൻ്റെ അറ്റത്തൊരു ചെറിയൊരു ക്ലിപ്പ് ഉണ്ട്. അതിങ്ങനെ നിവർത്തി വെച്ചാൽ സ്പൂൺ ഇതേ സ്റ്റഡി ആയിട്ട് നിൽക്കും. വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് നേരെ താഴോട്ടാക്കിയിട്ട് ഇങ്ങനെ മടക്കി അത് തന്നെ വെക്കാം. പിന്നെ ഉള്ളിൽ സ്റ്റീലുമാണ് വരുന്നത്. ഇത് നമുക്ക് എടുത്ത് നല്ല ക്ലീൻ ആക്കി തന്നെ നമുക്ക് കഴുകി വെക്കുകയും ചെയ്യാം. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അത്യാവശ്യം റേറ്റും ഉണ്ട് ഇതിന്. 795 അത്ര ഉണ്ട് കേട്ടോ. കുറച്ച് റേറ്റ് കൂടുതലാണ് ഇതിന്. പിന്നെ ആൾക്ക് ലഞ്ച് ബോക്സ് വാങ്ങുമ്പോൾ ഈ ഒരു മോഡൽ വാങ്ങാനായിരുന്നു എനിക്ക് ആഗ്രഹം. എന്തായാലും തിരഞ്ഞിട്ട് നല്ലൊരു ഐറ്റം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും സെറ്റായി. ഇനി നമ്മൾ കുറച്ച് A4 ഷീറ്റ്സ് ആണ് വാങ്ങി വെച്ചിട്ടുള്ളത്. ഇത് 250 രൂപക്ക് 500 ഷീറ്റ് വരുന്ന ഒരു പാക്കാണ്. അങ്ങനെ അതും മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു പാക്ക് വാങ്ങി വെക്കുന്നതാണ് നമുക്ക് ലാഭം. പിന്നെ വാങ്ങിച്ചത് ആൾക്കുള്ള സ്കൂൾ ഷൂ ആണ്. ഇതിന് ഒരു 300 സംതിങ് ആണ് റേറ്റ് വരുന്നത്. എന്തായാലും ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. പിന്നെ ഇതാണ് ആളുടെ യൂണിഫോം. ഇത് സ്പെഷ്യൽ യൂണിഫോമാണ്. ബ്ലാക്ക് പാൻറ്റും ഗ്രീൻ ടീഷർട്ടുമാണ് വരുന്നത്. കൂടെ അതിനൊരു സോക്സും കൂടി വരുന്നുണ്ട്. യൂണിഫോമും ബുക്സും മേടിക്കാൻ പോയ ഒരു ഷോർട്സ് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കൂ. പിന്നെ ഇവർക്ക് റെഗുലർ യൂണിഫോമായിട്ട് വരുന്നത് ഇതാണ്. യെല്ലോ ടീഷർട്ടും ഒരു വയലറ്റ് ട്രൗസറുമാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ബെൽറ്റും കൂടി ഉണ്ട്. ഇതിനും ഒരു സോക്സ് ഉണ്ട്. പക്ഷേ സ്കൂളിൽ അത് എത്തിയിട്ടില്ല. അത് എത്തിക്കഴിഞ്ഞാൽ അവർ വിവരം അറിയിക്കുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കത് പോയി വാങ്ങണം. യൂണിഫോം എന്തായാലും സെറ്റാണ്. അടിപൊളി കളർ കോംബോ ആണ്. പിന്നെ ഇതാണ് ആളുടെ ബുക്സ് വന്നിട്ടുള്ളത്. അവിടെ നിന്ന് കേട്ടോ ഇവർക്ക് നോട്ട്ബുക്കും എല്ലാം കിട്ടുന്നത്. മോൻ്റെ ഫോട്ടോ വെച്ച് നെയിൽ സ്ലിപ്പ് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് അവിടെ നിന്ന് തന്നെ നോട്ട്ബുക്കിൻ്റെയും ടെക്സ്റ്റിൻ്റെയും കവർ ബാഗ് വരുന്നുണ്ട്. അത് തന്നെ അവർക്ക് അവരുടെ സ്കൂളിൻ്റെ പേരും അവരുടെ നെയിം എഴുതാനുള്ള എല്ലാതും ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ആളുടെ സ്കൂൾ ഷോപ്പിംഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നൊക്കെ ഇത്രയുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.